ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയണൽ മെസ്സി അവരുടെ കരിയറിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോരിനൊന്നും ഒരു അർത്ഥമില്ല. സത്യം പറഞ്ഞാൽ എന്തൊക്കെ അഹങ്കാരമായിരുന്നു നമുക്കൊക്കെ. ഗോള്, റെക്കോർഡ്, ബാലൻഡിയോറ് സാരല്ലടാ, കാലല്ലെങ്കിലും നമുക്ക് സങ്കടം മാത്രമേ തന്നിട്ടുള്ളൂ. മെസ്സിൻ്റെ ആരാധകർ പറയിച്ച് മെസ്സിൻ്റെ അത്ര ഡ്രിബിളിങ് കണ്ടക്കണോ, എന്ത് ടോപ്പല്ലേ എന്ന് പറയും. അപ്പോൾ റൊണാൾഡോൻ്റെ ആരാധകർ പറയിച്ച് റൊണാൾഡോൻ്റെ ഹെഡർ കണ്ടക്കണോ, എമ്മ ഹൈറ്റിലാണ് റോണോ ചാടുക എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷനിലേറെ നമുക്ക് ലൈഫിൽ തന്ന ഒരു മോട്ടിവേഷൻ ഇവർ രണ്ടുപേരുമാണ്. ഒരുപക്ഷെ കേരളത്തിലെ മലയാള ബുക്കുകളിലൊക്കെ ഇവരുടെ രണ്ടുപേരുടെയും ഒരു ചരിത്രം അല്ലെങ്കിൽ കഥകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എടാ, ഈ തോറ്റിട്ട് ജയിച്ചു വന്നവരുടെ കഥകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും ജയിക്കൂല, നിങ്ങൾ ഇനി മുന്നേറൂല എന്ന് പറഞ്ഞിട്ട് ജയിച്ചു വരുന്നവരെയാണ് നമ്മൾ ജീവിതത്തിൽ ഇതിഹാസന്മാർ എന്നൊക്കെ വിലയിരുത്തല്. അതേപോലത്തെ രണ്ട് വ്യക്തികളാണ് ക്രിസ്ത്യാനോ അല്ലെങ്കിൽ മെസ്സി. എടാ, ആലോചിക്കാൻ കഴിയണില്ലടാ, ഈ മെസ്സി റൊണാൾഡോ വിരമിച്ചു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്ത് മരവിക്കണ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകൂലേ? പക്ഷെ അവസാന ദിവസം ഈ രണ്ടുപേരും ജയിച്ചോ തോറ്റോ എന്നൊക്കെ അപ്പുറം അവര് ആ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോ നമ്മൾ ആ ടിവിന്റെ മുന്നിൽ നിന്ന് അത് കാണുമ്പോ നമ്മളെ കണ്ണെന്നൊക്കെ അറിയാതെ വെള്ളം വന്നു പോകും. എന്താ പിന്നെ നമുക്ക് ചെയ്യാ? ഈ ചാനലിന് വരെ ഒരു അർത്ഥമില്ലാതായി മാറും ഈ ഒരു രണ്ടുപേരും വിരമിച്ചു കഴിഞ്ഞാൽ. ഇത് പറയുമ്പോ തന്നെ നമുക്ക് എന്താ എത്ര സങ്കടം എന്നറിയോ? ഒരു 10 വർഷമായിട്ട് 2 പേര് കൂടി ഫുട്ബോൾ ലോകം ഭരിക്കുകയാണ്. ഫുട്ബോൾ എന്നല്ല, ലോകത്ത് തന്നെ ഓലെ കാലിന്റെ ഉള്ളിലാക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ജനിച്ച അന്ന് മുതൽ അല്ലെങ്കിൽ നമ്മളൊരു പക്വത വെച്ച പ്രായം മുതൽ നമ്മൾ കേൾക്കുന്ന 2 പേരുകളാണ് ഈ പേരുകൾ. ഈ പേരുകൾ നമ്മളെ ലൈഫിൽ നിന്ന് നമുക്ക് മായ്ച്ചു കളയേണ്ടി വരും എന്ന് ചിന്തിക്കാൻ പോലും ഒരിക്കലും കഴിയണില്ല. അതായത് ഇവര് വിരമിക്കുക, ഇനി അവർ ഫുട്ബോളിൽ കളിക്കും, പകരം എന്തായാലും ഒരാൾ വരും. പക്ഷെ അവർക്ക് പകരമാവില്ലല്ലോ ആരും. അതായത് റൊണാൾഡോ മെസ്സിക്ക് പകരം ആരും ആവില്ലോ. നേർക്ക് ഇവരെ മുന്നിൽ തോറ്റത് നമ്മളായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മൾ ഓരോ മെസ്സി ഫാൻസ് നമ്മൾ തെളിയിക്കാൻ നടക്കും എന്ത്, നമ്മളാണ് ഏറ്റവും ടോപ്പ്. അപ്പൊ നമ്മൾ റൊണാൾഡോ ഫാൻസ് തെളിയിക്കാൻ നടക്കും നമ്മളാണ് ടോപ്പ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവരെ മുന്നിൽ തോറ്റു എന്ന് തന്നെ പറയാം. കാരണം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബെറ്റർ ആണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചുകൊണ്ടേ നിന്നു. ഞാൻ മെസ്സി ഫാൻസിന്റെ പല ഗ്രൂപ്പിനും വോയിസ് ചെയ്ത് കൊടുക്കലുണ്ട്. അതേപോലെ തന്നെ റൊണാൾഡോ ഫാൻസിന്റെ പല ഗ്രൂപ്പിനും വോയിസ് ഒക്കെ ചെയ്ത് കൊടുക്കലുണ്ട്. പക്ഷെ എന്റെ എപ്പോഴും ഉള്ളിൽ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആഫ്റ്റർ മെസ്സി ആൻഡ് റൊണാൾഡോ എന്താവും ഈ ലോകത്തിന്റെ അവസ്ഥ എന്നുള്ളത്. കാരണം ഈ ഗ്രൂപ്പുകളൊക്കെ എന്ത് ചെയ്യും? കാരണം ഇവരൊക്കെ ആരാധിച്ചിരുന്ന ഒരാള് ആ ഒരു യുഗത്തിൽ നിന്ന് പടിയിറങ്ങി പോവാണ്. ഞാൻ എല്ലാ വീഡിയോവും അവസാനിപ്പിക്കുമ്പോൾ മോട്ടിവേഷനിലാണ് അവസാനിപ്പിക്കല്. പക്ഷെ ഈ വീഡിയോ മാത്രം എന്നെ കൊണ്ട് അത് കഴിയണില്ല. ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി തരാം, ഇവർ രണ്ടുപേരും വിരമിക്കുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. അപ്പൊ നമ്മളെ കണ്ണുനീർത്തുള്ളി ഈ ഭൂമിയിലേക്ക് ഉറ്റുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ അറിയാതെ ഈ 2 പേരെയും സ്നേഹിച്ചിരുന്നു എന്ന്.